നെൽ കർഷകർക്ക് പിന്നാലെ പ്രതിസന്ധിയിലായി പാലക്കാട്ടെ പച്ചക്കറി കർഷകരും. വളത്തിനും അനുബന്ധ ആവശ്യങ്ങൾക്കും ചിലവ് വർദ്ധിച്ചതോടെ കൃഷി നടത്താനാകുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. വെള്ളക്കാന്താരി മുളകിന് ഏറെ പ്രശസ്തമായ പാലക്കാട് വിത്തിനശ്ശേരി പ്രദേശത്തെ ഒരു കാർഷിക ചന്ത കാണാം. വടക്കൻ കേരളത്തിന്റെ പച്ചക്കറി വിപണിയാണ് പാലക്കാട് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങൾ. വെള്ളക്കാന്താരി മുളക്, ചുവന്ന വെണ്ട എന്നിവയ്ക്ക് പ്രശസ്തമാണ് വിത്തനശ്ശേരി ഗ്രാമം. സ്വാശ്രയ കർഷക സമിതിക്ക് കീഴിൽ നൂറുകണക്കിന് കർഷകർ ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നു. പക്ഷെ ഇത്തവണ വളത്തിന്റെ വില ഇരട്ടിയായതും അതിർത്തിക്കപ്പുറത്ത് നിന്ന് കോർപ്പറേറ്റ് കൃഷിയുടെ ഭാഗമായുള്ള ഉൽപ്പന്നങ്ങൾ വന്നതും പച്ചക്കറിക്ക് വിലയില്ലാതാക്കി. ഇപ്പോൾ കൂടുതൽ നമ്മൾ ഹൈബ്രിഡിൻ്റെ പനിങ്ങാട്ടറി വഴിക്ക് ഒരാൾ ചെയ്യുന്നത് 30 ഏക്കറാണ്. അപ്പോൾ അവരുടെ ഗുഡൗണിലേക്ക് വണ്ടി ഫുള്ള് പോണത് കൊണ്ട് നമ്മുടെ ഈ മാതിരിയുള്ള ഈ ചില്ലറ വിപണികളിൽ നിന്ന് സാധനങ്ങൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വലിയ വലിയ ആൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ കൃഷി. പാവയ്ക്ക, പടവലങ്ങ, ഹൈബ്രിഡിൻ്റെ കയ്പയ്ക്ക, ഈ 3 വെറൈറ്റിയും ഇപ്പോൾ പനിങ്ങാട്ടറിയിലെ തമിഴ്നാട് കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി മൂവിങ് കുറവാണ്. പെട്രോളിൻ്റെ ഒരു പ്രശ്നം വന്ന കാരണം ഇപ്പോൾ എല്ലാത്തിനും, എല്ലാം മരുന്നിനായാലും വളത്തിനായാലും എല്ലാം ഡബിൾ വിലയാണ് നമ്മൾ കൊടുത്ത് മേടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുതലാകുന്നില്ല. പിന്നെയും ഇപ്പോൾ ഒരു നമ്മുടെ മാതിരിയുള്ള പണ്ടച്ഛന്മാർ നമ്മളെ കൊണ്ടൊക്കെ കൃഷി ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിച്ച കാരണം ഇപ്പോൾ ആ കൃഷി മേഖലയിലേക്കാണ് പോകുന്നത്. പാവലും പടവലവും കൃഷി ചെയ്യുന്നവരും പ്രതിസന്ധിയിലാണ്. ഓണമാണ് ഏക പ്രതീക്ഷ. സത്യമാണ്. കാരണം ഇപ്പോൾ കർഷകനെ സംബന്ധിച്ചോളം ഉൽപ്പാദന ചെലവ് മുഴുവൻ കൂടിയിട്ടുണ്ട്. പക്ഷേ ഉൽപ്പന്നത്തിനാണെങ്കിൽ വില ഇടിഞ്ഞിടിഞ്ഞ് വരികയാണ്. എന്ത് ചെയ്യണമെന്ന് ആർക്കും വലിയൊരു പിടിയൊന്നുമില്ല. എല്ലാ ദിവസവും നോക്കുമ്പോൾ ഞങ്ങളെന്താ പറയുക, റേറ്റ് കമ്മിയാക്കി കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട്. എന്തായാലും കൃഷി ഈ വർഷം ഇട്ടുപോയല്ലേ, ഇനിയിപ്പോൾ അടുത്ത വർഷം എന്തൊക്കെ സർക്കാർ സംവിധാനം ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫീൽഡിലേക്ക് കൃഷിക്കാരായിട്ട് ഞങ്ങളുണ്ടാവുള്ളൂ. അതായത് കർഷകൻ ഉപയോഗിക്കുന്ന ഏതൊക്കെ ഒരു മേഖലയുണ്ടോ അതിൽ മുഴുവൻ വില കൂടുകയും കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് നേരെ താഴേക്ക് വിലയും പോയിട്ട് സർക്കാർ തലത്തിൽ സബ്സിഡിയോ നാടൻ പച്ചക്കറി വിൽപ്പനയ്ക്കായി വിപണി കണ്ടെത്തുകയോ ചെയ്താൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ. ഡിമാൻഡ് കൂടുമ്പോൾ വില വർദ്ധിക്കുമെന്നാണ് നമ്മുടെ വിപണി പറയുന്നത്. പക്ഷേ പച്ചക്കറി കർഷകർക്ക് അവരുടെ ഉൽപാദന മൂല്യത്തിനനുസൃതമായ വില പോലും ലഭിക്കാറില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. വിത്തനശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സന്തോഷ് സർലിംഗ്.